പ്രിയ വിദ്യാർത്ഥികളെ, ഉദ്യോഗാർത്ഥികളെ, സിവിൽ സർവീസസ് പരീക്ഷ എന്നത് നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു പ്രധാന ചവിട്ടുപടിയാണ്. ആ യാത്രയിൽ നിങ്ങൾക്ക് വഴികാട്ടിയാകാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷ അതിൻ്റെ വ്യാപ്തി കൊണ്ടും ചോദ്യങ്ങളുടെ ആഴം കൊണ്ടും പലപ്പോഴും ഉദ്യോഗാർത്ഥികളെ കുഴപ്പിക്കാറുണ്ട്. എന്നാൽ കൃത്യമായ പരിശീലനത്തിലൂടെയും മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുന്നതിലൂടെയും ഈ വെല്ലുവിളിയെ നമുക്ക് എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ കഴിഞ്ഞ വർഷത്തെ ജനറൽ സ്റ്റഡീസ് ചോദ്യപേപ്പർ സമഗ്രമായി വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ ചോദ്യത്തെയും അതിൻ്റെ പിന്നിലെ ആശയങ്ങളെയും വിശദമായി ചർച്ച ചെയ്യുന്നു. ചോദ്യങ്ങൾ ഏതെല്ലാം വിഷയങ്ങളിൽ നിന്ന് വന്നു, അവയുടെ കാഠിന്യം എങ്ങനെയായിരുന്നു, ഇനി വരുന്ന പരീക്ഷകളിൽ ഏതെല്ലാം മേഖലകളിൽ കൂടുതൽ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഈ വിശകലനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ പഠനത്തിന് ഇത് ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ യാത്ര തുടങ്ങാം. വിജ്ഞാനപ്രദങ്ങളായ പോസ്റ്റുകൾ അല്ലെങ്കിൽ വീഡിയോകൾ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ കാലതാമസം കൂടാതെ നിങ്ങൾക്ക് ഈ പോസ്റ്റുകൾ കിട്ടുന്നതാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 2024 വർഷത്തിലെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും വിശദീകരണവുമാണ് ആരംഭിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, 2023 ഡിസംബർ വരെ ഇന്ത്യൻ സർക്കാർ എത്ര ഡീലിമിറ്റേഷൻ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്? How many delimitation commissions have been constituted by the Government of India till December 2023? ഇതിൻ്റെ ഓപ്ഷനുകൾ 1, 2, 3, 4. അതായത് A1, B2, C3, D4. ഇതിൻ്റെ ഉത്തരം D ആണ്. 4 എന്നതാണ് ഇതിൻ്റെ ഉത്തരം. ഇതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഇന്നുവരെ 4 ഡീലിമിറ്റേഷൻ കമ്മീഷനുകൾ അഥവാ അതിർത്തി നിർണയ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ സെൻസസിന് ശേഷവും മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനെയാണ് ഈ കമ്മീഷനുകൾ രൂപീകരിക്കുന്നത്. ആർട്ടിക്കിൾ 82 പ്രകാരം പാർലമെന്റ് ഒരു ഡീലിമിറ്റേഷൻ നിയമം പാസാക്കുന്നു. ഇതുവരെ രൂപീകരിച്ച കമ്മീഷനുകൾ ഇനി പറയുന്ന വർഷങ്ങളിലേതാണ്. അതിൽ 1 1952, അതായത് 1952 നിയമപ്രകാരമാണ്. രണ്ടാമത്തെ കമ്മീഷൻ 1963 അതായത് 1962 നിയമപ്രകാരമാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത്. മൂന്നാമതായി 1973, അത് 1972 നിയമപ്രകാരമാണ്. നാലാമത്തെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 2002, അത് 2002 നിയമപ്രകാരമാണ്. ഈ കമ്മീഷനുകളുടെ ഉത്തരവുകൾക്ക് നിയമത്തിൻ്റെ അതേ പ്രാബല്യമുണ്ട്. അവയെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ
സാധ്യമല്ല. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്തുകൊണ്ട് ഭരണഘടന, അതായത് 71-ാമത്തെ ഭേദഗതി നിയമം 1992 താഴെ പറയുന്ന ഏതെല്ലാം ഭാഷകളെയാണ് ഉൾപ്പെടുത്തിയത്? ഓപ്ഷനുകൾ: കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി, മൈഥിലി. The Constitution 71st Amendment Act 1992 amends the 8th schedule to the Constitution to include which of the following languages? കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി, മൈഥിലി. ഇതിൻ്റെ ആൻസർ ഓപ്ഷനുകൾ: എ 1, 2, 3, ബി 1, 2, 4, സി 1, 3, 4, ഡി 2, 3, 4. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 1, 2, 3. ഇതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് 1992 72-ാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ 3 ഭാഷയെയാണ് 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയത്. മൈഥിലി ഭാഷയെ 2003 92-ാം ഭേദഗതിയോടെയാണ് ബോഡോ, ഡോഗ്രി, സന്താലി എന്നീ ഭാഷകൾക്കൊപ്പം ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, ജോഡികൾ തന്നിട്ട് താരതമ്യം ചെയ്യുക എന്ന വിഭാഗത്തിലാണ്. അത് താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. പാർട്ടിയും അതിൻ്റെ നേതാവുമാണ്. 1. ഭാരതീയ ജനസംഘം, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. 2. സോഷ്യലിസ്റ്റ് പാർട്ടി, സി രാജഗോപാലാചാരി. 3. കോൺഗ്രസ് ഫോർ ഡെമോക്രസി, ജഗ്ജീവൻ റാം. 4. സ്വതന്ത്രതാ പാർട്ടി, ആചാര്യ നരേന്ദ്രദേവ്. ചോദ്യം ഇതാണ്: മുകളിൽ നൽകിയിരിക്കുന്നവയിൽ എത്ര ജോഡികൾ ശരിയായി യോജിക്കുന്നു? അതിൻ്റെ ഓപ്ഷൻ: എ 1 മാത്രം, ബി 2 മാത്രം, സി 3 എണ്ണം മാത്രം, ഡി 4 എണ്ണവും. Consider the following pairs. Party, its leader. 1. ഭാരതീയ ജനസംഘ്, ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി. 2. സോഷ്യലിസ്റ്റ് പാർട്ടി, സി രാജഗോപാലാചാരി. 3. കോൺഗ്രസ് ഫോർ ഡെമോക്രസി, ജഗ്ജീവൻ റാം. 4. സ്വതന്ത്രതാ പാർട്ടി, ആചാര്യ നരേന്ദ്ര ദേവ്. How many of the above are correctly matched? Answers: option A only 1, B only 2, C only. Option D all 4. ഇതിൻ്റെ ഉത്തരം ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം, 2 എണ്ണം ഇതിൽ ശരിയുണ്ട് എന്നാണ്. ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പോയാൽ, ഭാരതീയ ജനസംഘം 1951 ശ്യാമപ്രസാദ് മുഖർജിയാണ് സ്ഥാപിച്ചത്. ഈ ജോഡി ശരിയാണ്. രണ്ടാമത്തേത്, സോഷ്യലിസ്റ്റ് പാർട്ടി, ആചാര്യ നരേന്ദ്രദേവ്, ജയപ്രകാശ് നാരായൺ എന്നിവരായിരുന്നു
പ്രധാന നേതാക്കൾ. സി രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപക നേതാവായിരുന്നു. അതിനാൽ ഈ ജോഡി തെറ്റാണ്. 3. കോൺഗ്രസ് ഫോർ ഡെമോക്രസി 1977 ജഗ്ജീവൻ റാം സ്ഥാപിച്ച പാർട്ടിയാണ് ഇത്. ഈ ജോഡി ശരിയാണ്. സ്വതന്ത്രത പാർട്ടി, അതായത് സി രാജഗോപാലാചാരിയാണ് ഇത് സ്ഥാപിച്ചത്. ആചാര്യ നരേന്ദ്രദേവ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. അതിനാൽ ഈ ജോഡി തെറ്റാണ്. അപ്പം ഈ ജോഡിയിൽ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് 1ഉം 3ഉം ജോഡികൾ മാത്രമാണ് ശരി. ആകെ 2 ജോഡികൾ ശരിയായി യോജിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എ. അന്തർ സംസ്ഥാന വ്യാപാരവും വാണിജ്യവും സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഒരു സംസ്ഥാന വിഷയമാണ്. ബി. അന്തർ സംസ്ഥാന കുടിയേറ്റം സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഒരു സംസ്ഥാന വിഷയമാണ്. സി. അന്തർ സംസ്ഥാന ക്വാറന്റൈൻ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട ഒരു യൂണിയൻ വിഷയമാണ്. ഡി. കോർപ്പറേഷൻ നികുതി സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഒരു സംസ്ഥാന വിഷയമാണ്. Which one of the following statements is correct as per the Constitution of India? A. Interstate trade commerce is a state subject under the state list. B. Interstate migration is a state subject under the state list. C. Interstate quarantine is a union subject under the union list. D. Corporation tax is a state subject under the state list. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്. അന്തർ സംസ്ഥാന ക്വാറന്റൈൻ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട ഒരു യൂണിയൻ വിഷയമാണ്. ഇന്റർ സ്റ്റേറ്റ് ക്വാറന്റൈൻ ഈസ് എ യൂണിയൻ സബ്ജക്ട് അണ്ടർ ദി യൂണിയൻ ലിസ്റ്റ്. ഇതിൻ്റെ ഒരു വിശദീകരണം ഇപ്രകാരമാണ്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലാണ് യൂണിയൻ സ്റ്റേറ്റ് കൺകറന്റ് ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്തർ സംസ്ഥാന വ്യാപാരവും വാണിജ്യവും യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്തർ സംസ്ഥാന കുടിയേറ്റവും യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്തർ സംസ്ഥാന ക്വാറന്റൈൻ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോർപ്പറേഷൻ നികുതിയും, അതായത് കോർപ്പറേഷൻ ടാക്സും യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ പ്രസ്താവന സി മാത്രമാണ് ശരിയായത്. Here the answer is C. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏതെങ്കിലും 2 രാജ്യങ്ങൾക്കിടയിലുള്ള ഏറ്റവും നീളം കൂടിയ അതിർത്തി ഏതാണ്? ഓപ്ഷൻ എ കാനഡയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും. ബി ചിലിയും അർജന്റീനയും. ഓപ്ഷൻ സി ചൈനയും ഇന്ത്യയും. ഓപ്ഷൻ ഡി കസാക്കിസ്ഥാനും റഷ്യൻ ഫെഡറേഷനും. ദി ലോങ്സ്റ്റ് ബോർഡർ ബിറ്റ്വീൻ any 2 countries in the world is between A. Canada and the United States of America. B. Chile and Argentina. C.
C. China and India. D. Kazakhstan and Russian Federation. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കാനഡയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമാണ്. ദ ആൻസർ ഈസ് കാനഡ, in between Canada and United States of America. ഇതിൻ്റെ ഒരു വിശദീകരണം പറയുകയാണെങ്കിൽ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി കാനഡയും അമേരിക്കയും തമ്മിലുള്ളതാണ്. ഇതിൻ്റെ ആകെ നീളം ഏകദേശം 8891 കിലോമീറ്ററാണ്. രണ്ടാമത്തെ നീളം കൂടിയ അതിർത്തി കസാക്കിസ്ഥാനും റഷ്യയും തമ്മിലുള്ളതാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് അടുത്തത്. ലോക്സഭയിലെ എത്തിക്സ് കമ്മിറ്റിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1. തുടക്കത്തിൽ ഇതൊരു താൽക്കാലിക കമ്മിറ്റിയായിരുന്നു, അഡ്ഹോക് കമ്മിറ്റിയായിരുന്നു. 2. ലോക്സഭയിലെ ഒരംഗത്തിന് മാത്രമേ ലോക്സഭാംഗത്തിൻ്റെ ധാർമ്മികമല്ലാത്ത പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ കഴിയൂ. 3. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയവും ഈ കമ്മിറ്റിക്ക് എടുക്കാൻ കഴിയില്ല. ഇനി പറയുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം. ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 1, 2, 3. Which of the following statements about the Ethics Committee in the Lok Sabha are correct? 1. Initially, it was an ad hoc committee. 2. Only a member of Lok Sabha can make a complaint relating to unethical conduct of a member of Lok Sabha. 3. This committee cannot take up any matter which is sub judice. Select the correct answer using the code given below. A 1 and 2 only. B 2 and 3 only. C 1 and 3 only. D 1, 2, 3. Here the answer is option C 1 and 3. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സിയിലെ 1ഉം 3ഉം മാത്രമാണ്. ഇതിൻ്റെ വിശദീകരണം, ലോക്സഭയിലെ എത്തിക്സ് കമ്മിറ്റി 2000 ഒരു താൽക്കാലിക കമ്മിറ്റിയായാണ് രൂപീകരിച്ചത്. പിന്നീട് 2015 ഇതിനെ ഒരു സ്ഥിരം സമിതിയാക്കിയത്. അതിനാൽ പ്രസ്താവന 1 ശരിയാണ്. 2. ലോക്സഭയിലെ ഒരംഗത്തിൻ്റെ ധാർമ്മികമല്ലാത്ത പെരുമാറ്റത്തെക്കുറിച്ച് ആർക്കും ഏതൊരു വ്യക്തിക്കും പരാതി നൽകാം. അത് മറ്റൊരു MP ആകണമെന്നില്ല. അതിനാൽ പ്രസ്താവന 2 തെറ്റാണ്. 3. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ എത്തിക്സ് കമ്മിറ്റിക്ക് പരിഗണിക്കാനാവില്ല. അതിനാൽ പ്രസ്താവന 3 ശരിയാണ്. അടുത്ത ചോദ്യം മറ്റൊരു രൂപത്തിലാണ്. ഇപ്രകാരമാണ് ഈ ചോദ്യത്തിൻ്റെ ഘടന. യുനെസ്കോ പുറത്തിറക്കിയ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള താഴെ പറയുന്ന സ്ഥലങ്ങൾ പരിഗണിക്കുക. സ്ഥലങ്ങളെന്ന് പറയുന്നത് 1 ശാന്തിനികേതൻ, 2 റാണി കി വാവ്,
ഹോയ്സാലകളുടെ പവിത്രമായ വാസ്തുവിദ്യകൾ. 4. ബോധ്ഗയയിലെ മഹാബോധി ക്ഷേത്ര സമുച്ചയം. ചോദ്യം ഇതാണ്: മുകളിൽ നൽകിയിരിക്കുന്നവയിൽ എത്ര എണ്ണമാണ് 2023 പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 3 എണ്ണം മാത്രം, ഓപ്ഷൻ ഡി 4 എണ്ണവും. Consider the following properties included in the World Heritage List released by UNESCO. 1. Shantiniketan. 2. Rani Ki Vav. 3. Sacred ensembles of Hoysalas. 4. Mahabodhi Temple Complex at Bodh Gaya. The question is, how many of the above properties were included in 2023? Option A only 1, option B only 2, option C only 3, option D all 4. ഇതിൻ്റെ ഉത്തരം ബി ആണ്, 2 മാത്രം. ആൻസർ ഈസ് ബി only 2. ഇതിൻ്റെ ഒരു വിശദീകരണം: 2023 ഇന്ത്യയിൽ നിന്ന് 2 സ്ഥലങ്ങളാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. അതിലൊന്ന് ശാന്തിനികേതൻ, പശ്ചിമ ബംഗാൾ. 2 ഹൊയ്സാലകളുടെ പവിത്രമായ വാസ്തുവിദ്യകൾ, അത് കർണാടകമാണ്. റാണി കി വാവ് 2014 മഹാബോധി ക്ഷേത്ര സമുച്ചയം 2002 പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതിനാൽ 2023 ഉൾപ്പെടുത്തിയത് 2 എണ്ണം മാത്രം. അടുത്ത ചോദ്യം: നാരി ശക്തി ബന്ധൻ അധീനിയം ഇതിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഇതിലെ വ്യവസ്ഥകൾ 18ാം ലോക്സഭ മുതൽ പ്രാബല്യത്തിൽ വരും. 2. നിയമമായതിനു ശേഷം 15 വർഷത്തേക്ക് ഇത് പ്രാബല്യത്തിൽ ഉണ്ടാകും. 3. പട്ടികജാതി വർഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള കോട്ടയ്ക്കുള്ളിൽ പട്ടികജാതി വനിതകൾക്ക് സീറ്റ് സംവരണം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകളുണ്ട്. ചോദ്യം ഇതാണ്: മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1, 2 എന്നിവ മാത്രം, ഓപ്ഷൻ സി 2, 3 എന്നിവ മാത്രം, ഓപ്ഷൻ ഡി 1, 3 എന്നിവ മാത്രം. Consider the following statements regarding Nari Shakti Bandhan Adhiniyam. Statement 1. Provision will come into effect from the 18th Lok Sabha. Number 2. This will be in force for 15 years after becoming an act. Number 3. There are provisions for the reservation of seats for scheduled caste women within the quota reserved for the scheduled castes. Here is the question: which of the statements given above are correct? Option A 1, 2 and 3, option B 1 and 2 only, option C 2 and 3 only, option D 1 and 3 only. Here the answer is option C 2 and 3. അതായത് ഇതിൻ്റെ ഉത്തരം സി ആണ്.
2ഉം 3ഉം മാത്രം. ഇതിനൊരു വിശദീകരണം എന്ന് പറയുന്നത്, ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരുന്നത് നിയമം പാസ്സായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ സെൻസസ് പൂർത്തിയായി അതിനെ അടിസ്ഥാനമാക്കി മണ്ഡല പുനർനിർണയം, അതായത് ഡീലിമിറ്റേഷൻ നടത്തിയതിന് ശേഷമാണ്. ഇത് 18ാം ലോക്സഭ മുതൽ ആകണമെന്നില്ല. അതിനാൽ പ്രസ്താവന 1 തെറ്റാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം 15 വർഷത്തേക്കാണ് സംവരണം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പാർലമെന്റിന് ഇത് നീട്ടാവുന്നതാണ്. അതിനാൽ പ്രസ്താവന 2 ശരിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കിയാൽ, ലോക്സഭയിലും നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിൽ 1/3 ആ വിഭാഗത്തിലെ സ്ത്രീകൾക്കായി സംവരണം ചെയ്യണമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു, സബ് റിസർവേഷനും. അതിനാൽ പ്രസ്താവന 3 ശരിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉത്തരം 2ഉം 3ഉം ശരി എന്ന്, 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു പ്രൊഹിബിഷൻ റിട്ട് എന്നത് സുപ്രീം കോടതിയോ ഹൈക്കോടതികളോ ആർക്കാണ് നൽകുന്ന ഉത്തരവ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു പ്രത്യേക നടപടി എടുക്കുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ട്. ബി, പാർലമെന്റിന് അല്ലെങ്കിൽ നിയമസഭയ്ക്ക് നിരോധനത്തെക്കുറിച്ച് ഒരു നിയമം പാസാക്കാൻ. സി, ഒരു കേസിൻ്റെ നടപടികൾ തുടരുന്നത് വിലക്കിക്കൊണ്ട് കീഴ്ക്കോടതിക്ക്. ഓപ്ഷൻ ഡി, ഭരണഘടനാ വിരുദ്ധമായ ഒരു നയം പിന്തുടരുന്നതിൽ നിന്ന് സർക്കാരിനെ വിലക്കിക്കൊണ്ട്. എ റിട്ട് ഓഫ് പ്രൊഹിബിഷൻ ഈസ് ആൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ദി സുപ്രീം കോർട്ട് ഓർ ഹൈ കോർട്ട് ടു എ ഗവൺമെന്റ് ഓഫീസർ പ്രൊഹിബിറ്റിംഗ് him from taking a particular action. B, the parliament or legislative assembly to pass a law on prohibition. Option C, the lower court prohibiting continuation of proceedings in a case. And option D, the government prohibiting it from following an unconstitutional policy. ഇതിൻ്റെ ഉത്തരം സി ആണ്. ഒരു കേസിൻ്റെ നടപടികൾ തുടരുന്നത് വിലക്കിക്കൊണ്ട് കീഴ്ക്കോടതിക്ക്. ആൻസർ ഈസ് ഓപ്ഷൻ സി, ദി ലോവർ കോർട്ട് പ്രൊഹിബിറ്റിംഗ് കണ്ടിന്യൂവേഷൻ ഓഫ് പ്രൊസീഡിങ്സ് ഇൻ എ കേസ്. ഇതിൻ്റെ ഒരു വിശദീകരണം പറയുകയാണെങ്കിൽ, പ്രൊഹിബിഷൻ റിട്ട് എന്നത് ഒരു ഉയർന്ന കോടതി, അതായത് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി, ഒരു കീഴ്ക്കോടതിക്കോ ട്രൈബ്യൂണലിനോ അവരുടെ അധികാര പരിധി ലംഘിക്കുന്നതിൽ നിന്നോ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതിൽ നിന്നോ തടഞ്ഞുകൊണ്ട് നൽകുന്ന ഉത്തരവാണ്. ഒരു കേസിൻ്റെ നടപടികൾ തുടരുന്നത് തടയുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിനെ സ്റ്റേ ഓർഡർ എന്ന് പറയാറുണ്ട്. ഇതേ പാറ്റേണിലുള്ള മറ്റൊരു ചോദ്യമാണ് 10ാമതായി ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങൾ ഭരണഘടനയുടെ പാർട്ട് 9A നൽകിയിരിക്കുന്നു. 2. അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ പാർട്ട് 18 വിവരിക്കുന്നു.
3. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ പാർട്ട് 20 നൽകിയിരിക്കുന്നു. ഈ താഴെ നൽകിയിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. അതിൽ എ 1, 2 എന്നിവ മാത്രം, ബി 2, 3 എന്നിവ മാത്രം, സി 1, 3 എന്നിവ മാത്രം, ഡി 1, 2 and 3 1, 2, 3. In which of the following statements are correct about the Constitution of India? Statement 1. Powers of the municipalities are given in Part 9A of the Constitution. 2. Emergency provisions are given in Part 18 of the Constitution. 3. Prohibition related to the amendment of the constitutions are given in Part 20 of the Constitution. The question is, select the answers using the code given below. Option A 1 and 2 only. Option B 2 and 3 only. Option C 1 and 3 only. Option D 1, 2 and 3. ഇതിലെ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3 എന്നാണ്. Here the answer is option D 1, 2 and 3. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇപ്രകാരമാണ്. പ്രസ്താവന 1 ശരിയാണ്. 74 ഭേദഗതിയിലൂടെ ചേർത്ത പാർട്ട് 9A ആണ്. അത് മുനിസിപ്പാലിറ്റികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി പ്രസ്താവന 2 ശരിയാണ്. കാര്യം പാർട്ട് 18 അത് അനുച്ഛേദം 352 മുതൽ 360 വരെ അടിയന്തരാവസ്ഥ വ്യവസ്ഥകളെ കുറിച്ചുള്ളതാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് അതായത് മൂന്നാമത്തെ പ്രസ്താവന ശരിയാകുന്നത് ഇപ്രകാരമാണ്. ഇതുകൊണ്ടാണ് പാർട്ട് 20 അനുച്ഛേദം 368 ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചുള്ള നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്നതാണ്. അതിനാൽ 3 പ്രസ്താവനകളും ശരിയാണ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇത്തരത്തിലുള്ള ഈ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല ഇത്തരം ഉന്നത പരീക്ഷകളിൽ നമുക്ക് തരുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ പ്രസ്താവനകളും ജോഡികൾ പൂരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ജോഡികൾ ക്രമീകരിക്കുന്നത് പോലുള്ള ചോദ്യങ്ങളും ഒക്കെ തരുന്നത് ആഴത്തിലുള്ള അറിവ് പരിശോധിക്കാനാണ്. മത്സരാർത്ഥികളെല്ലാം അറിവുള്ളവരാണ്, എല്ലാം പഠിച്ചു വരുന്നവരാണ്. ഇവരിൽ ആർക്കാണ് കൂടുതൽ തറോ നോളജ് ഉള്ളത്, ആഴത്തിലുള്ള ജ്ഞാനം ആർക്കാണുള്ളത് എന്നത് അളക്കാനാണ് ഇത്തരം പരീക്ഷകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതനുസരിച്ചുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ 10 ചോദ്യമാണ് ഉൾപ്പെടുത്തിയത്. അടുത്ത 10 സെറ്റ് ചോദ്യം അടുത്ത പാർട്ടിൽ തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഭംഗിയായി ഈ ചോദ്യത്തിൻ്റെ ക്രമങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. നന്ദി, നമസ്കാരം.